ഹായ്, വെൽക്കം ടു സേ ചിയേഴ്സ്. കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. എല്ലാവരും കണ്ടു നോക്കൂട്ടുള്ളൂ. ഇന്നൊരു സിമ്പിൾ മീൻ കറിയുടെ വീഡിയോ ആണ് കാണാൻ പോണത്. ഞാനിന്ന് മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മീൻ കറി ഉണ്ടാക്കാൻ. നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, തക്കാളി ഇതൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 10-30 ചെറിയ ഉള്ളി തൊലിച്ചിട്ട് കഴുകിയിട്ട് ഞാൻ അതിനെ ചോപ്പറിലിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് നടുക കീറിയത്, ഒരു 8-10 വെളുത്തുള്ളി അത് നീളത്തിലരിഞ്ഞത്, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഒരു നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല വലിയ സൈസ് തക്കാളി ആണെങ്കിൽ 2 എടുത്താലും മതി. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കണം. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. എണ്ണ ചൂടായ ശേഷം അതിലൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇടണം. 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കണം. ഉലുവ 1/2 ടീസ്പൂൺ മാത്രമേ ഇടാൻ പാടുള്ളൂ, കൂടുതലാകാൻ പാടില്ല. കടുകൊക്കെ പൊട്ടി ഉലുവയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് വതക്കിയെടുക്കണം. ഗ്യാസിൽ ഫ്ലെയിം ഒന്ന് ചുരുക്കിയിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വതക്കണം. ഉള്ളി വതക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വതക്കിയാൽ ഉള്ളി വേഗം ഒന്ന് വതങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇങ്ങനെ പിച്ചിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വതങ്ങിയ ശേഷം വറ്റൽമുളക് ഇട്ടാൽ മതി. വറ്റൽമുളക് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് വതക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടു. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കളറും വേണം, അധികം എരിവും വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്താൽ മതി. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു 3-4 മിനിറ്റ് അതിനെ വതക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. തക്കാളി വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുളി, അതിൽ നിന്ന് പുളിവെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് വേണം കുറച്ചുകൂടെ ഉപ്പിടാൻ. ഉപ്പും പുളിയൊക്കെ മതിയോ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അയിലയാണ് ചേർക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അയിലയോ മത്തിയോ അല്ലെങ്കിൽ നെയ്മീനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കിതിൽ. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. മീൻ വെന്ത ശേഷം ഉപ്പും പുളിയും ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നന്നായി തിളക്കിണ്ടാവും മീൻ. അപ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഒരു 3-4 മിനിറ്റ് വേവിക്കാം. എന്നുവെച്ചാൽ വെള്ളം ഇതിൽ നല്ലോണം ഉണ്ട്. നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആവില്ലേ. അത് കാരണം വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടി ഇതിനെ തുറന്ന് വെച്ചൊന്ന് വേവിക്കും. വെള്ളം ഒന്ന് വറ്റിയ ശേഷം അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, മീനൊന്നും പൊട്ടാതെ നോക്കണം. ശരിക്കും 2 സൈഡും ആ ചട്ടിയെ പിടിച്ചിട്ട് അങ്ങനെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുക വേണ്ടത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തുളിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല വിതറിയിട്ട് അടച്ച് വെക്കുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ടാവും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിരിക്കും ഈ മീൻ കറി. താങ്ക് യു. ബൈ.